മാഷെ, കുംഭമേളയിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരെ മലയാളികൾക്ക് സന്ദേശം വരുന്നുണ്ട് എന്നുള്ള വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഒരു മലയാളിക്കാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് റെമോ ഡിസൂസയുടെ കാര്യമായിരിക്കും. അതെ, ഗൗതം പറയുന്നത്. റെമോ ഡിസൂസ ഒലവക്കോടുകാരനാണ്. അദ്ദേഹം രമേശ് നായർ എന്ന പേരുകാരനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഹോളിവുഡിലേക്കൊക്കെ പോവുകയും അദ്ദേഹത്തിൻ്റെ പേര് റെമോ ഡിസൂസ എന്ന് മാറ്റുകയും ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹോളിവുഡിൽ അദ്ദേഹത്തിന് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു കൊറിയോഗ്രാഫറായിട്ട് മാറാൻ കഴിയും. മറ്റുള്ള ഒരു വലിയ ഡാൻസ് പരിശീലനങ്ങളും ഡാൻസറൊക്കെയാണ്. അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുക്കുന്നു. അതിനെന്തിനാണ് പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വാചകം വരുന്നു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തല ബന്ധമായിരിക്കും അതിൻ്റെ കാരണം എന്നെനിക്ക്. ഹോളിവുഡിലൊക്കെ ആയിരുന്ന സമയത്ത് പല രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളും അതുപോലെ ശത്രുക്കളും അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ശത്രുവോ അതുപോലെ മിത്രമോ ആരാണെന്ന് നമുക്കറിയില്ല, അയാൾ ഒരു ഇമെയിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നീ കുംഭമേളയിൽ പങ്കെടുക്കരുത് എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് വന്ന ഈ ഇമെയിലിൻ്റെ ഉറവിടം പാകിസ്ഥാനിൽ നിന്നാണ് എന്ന് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഡോൺ 99284 എന്നൊരു ഒരു പ്രത്യേക കോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഇമെയിൽ സന്ദേശമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം പങ്കെടുത്തു, അവിടെ പോയി ഇദ്ദേഹം പങ്കെടുത്തു മാത്രമല്ല അദ്ദേഹത്തിന് അതിലൊരു ഭയപ്പാടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പൊതുസമൂഹത്തിനോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ പടമൊക്കെ അയാൾ പ്രസിദ്ധപ്പെടുത്തി അതിൻ്റെ കുറിപ്പെഴുതിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇന്ത്യക്കാരെയും ലോകത്തെ അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ദൈനംദിന കോടിക്കണക്കിന് ആളുകളാണ് ഈ കുംഭമേളയിലേക്ക് വന്നു ചേരുന്നത്. ഏതാണ്ട് ഇത് പൂർണ്ണമാവുമ്പോഴത്തേക്ക് 50 കോടിയിൽ പരം ആളുകൾ എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഈ ജാതി, മത, വർഗ, വർണ്ണ, ഭാഷ അങ്ങനെയുള്ള യാതൊരു അതിർവരമ്പുകളൊന്നും ഇല്ലാതെ ആളുകൾ അങ്ങ് ഒഴുകുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേളയിലേക്ക്. അതിനിടയിൽ ഈ റെമോ ഡിസൂസയെ പോലുള്ള ഒരാൾക്ക് പേടിച്ചുകൊണ്ട്, മുഖം മറച്ചുകൊണ്ട്, കറുപ്പ് വസ്ത്രമൊക്കെ മറച്ചുകൊണ്ടാണ് ഇദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തതെന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുടെ, ആ ഭയത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ കറുത്ത വസ്ത്രമൊക്കെ ധരിക്കേണ്ടി വരുന്നത്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇമെയിൽ വരാൻ കാരണം എന്നെനിക്ക് തോന്നിയത് ബോളിവുഡിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്തുണ്ടായിരുന്ന ബന്ധങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും. അദ്ദേഹത്തിന് പാകിസ്ഥാൻ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങൾ ചിലപ്പോൾ നല്ലതാവും, ചിലപ്പോൾ ചീത്തയാവും. അങ്ങനെ ചീത്തയാവുന്ന സമയത്തുണ്ടാകുന്ന ഒരു പകയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നതെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മളുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിനകത്ത് നമ്മളെപ്പോഴും പാകിസ്ഥാൻ എതിരായിട്ട് ചിന്തിക്കുന്നവരാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വൈകാരികാവസ്ഥ നമുക്കറിയാം. നമ്മൾ കടുത്ത ആക്രമണോത്സുകമായിട്ടുള്ള വൈകാരിക ഭാവമായിട്ടാണ് പാകിസ്ഥാനായിട്ട് കളിക്കേണ്ടിയിരിക്കുന്നതിന്. അവനെ തോൽപ്പിക്കൂ എന്നാണ് ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും, അത് മുസ്ലിം ആയാൽ പോലും അവനങ്ങനെയായിരിക്കും പറയുന്നത്. അവൻ്റെ ഒരു വികാരം ഇന്ത്യൻ വികാരമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ശത്രുപക്ഷ സിമ്പലായി ഈ പാകിസ്ഥാൻ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു ഇമെയിൽ സന്ദേശം വരുന്നു, നീ കുംഭമേളയിൽ പങ്കെടുത്താൽ നിന്നെ ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് റെമോ ഡിസൂസ എന്ത് ചെയ്യുന്നുണ്ട്, ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസ ഡിസൂസ, അതെ, ലിസയും അതിനകത്ത് പങ്കെടുക്കുന്നത് അത് അവരുടെ ഒരു വിശ്വാസധാരയുടെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മുടെ ഈ ഒലവക്കോട്ടുകാരൻ മലയാളി രമേശ് നായർ, അദ്ദേഹത്തിൻ്റെ രൂപാന്തര പേരാണ് റെമോ ഡിസൂസ എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ വിദേശത്ത് പോയി വിദേശ രാജ്യത്ത് ജീവിക്കുകയും അവിടുത്തെ സംസ്കാരമായിട്ട് ഇടപെടുകയും അല്ലെങ്കിൽ ഇടകലരുകയൊക്കെ ചെയ്ത് പിന്നീട് വീണ്ടും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുംഭമേളയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവർക്കുണ്ടാകുന്നതായിട്ടുള്ള അനുഭവം, ആ അനുഭവത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭൂതി നുകരാൻ വേണ്ടിയിട്ടായിരിക്കണം കുംഭമേളയിൽ അദ്ദേഹം പങ്കെടുക്കാൻ വരും. കോടിക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന ഈ ഇന്ത്യയുടെ ഒരു ഉത്സവമായിട്ട് അത് മാറി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ആളുകൾ അതിനകത്ത് പങ്കെടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണാൻ
പാടില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ അപ്പം ഇങ്ങനെ അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ഈ സംവിധാനം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും ഭാര്യയും അതിനകത്ത് ആകർഷിച്ചു. അവർ വന്നു. പക്ഷേ അങ്ങനെ വന്ന സമയത്ത് അവർക്കൊണ്ട് ഒരു അനുഭവം അവർ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അതിൻ്റെ സാധ്യത ഇപ്പോൾ കേരളത്തിൽ നിന്ന് പലരും പോകുന്നുണ്ട് കുംഭമേളയിൽ. അവർക്കൊന്നും ഇങ്ങനത്തെ ഇമെയിൽ മെസ്സേജുകളൊന്നും വരുന്നത് കാരണം അവർക്ക് അങ്ങനെ ബന്ധങ്ങളില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മെസ്സേജ് വരാത്തത്. ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ മെസ്സേജുകൾ വരാം. കാരണം പല ആളുകളും മനോരോഗികളാണ്. അപ്പോൾ മനോരോഗികൾ ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ കാണിക്കും. നമ്മളത് അങ്ങനെ കാണുകയും അതിനെ ആ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ കുംഭമേള കണ്ടിട്ട്, ഈ മഹാകുംഭമേള കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയപ്പെടുന്നത് പല രാഷ്ട്രങ്ങളുമാണ്, മതരാഷ്ട്രങ്ങളുമാണ്. കാരണം അത്രയും വലിയൊരു സ്വീകാര്യതയാണ് ഇതിന് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഡേവിഡ് ലിഞ്ചിനെ പോലുള്ള സംവിധായകർ, അവരൊക്കെ ഈ കുംഭമേളയിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ ആധ്യാത്മികതയായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നിരന്തരം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സ് കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു കത്ത്, ആ കത്ത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വിദേശീയരായിട്ടുള്ള മതം യാതൊരു പ്രശ്നവും ആക്കാത്ത ഏത് മതമുള്ളവനും വളരെ സുഗമമായിട്ട് വരാം എന്ന് പറയുന്ന ഒരു അന്തരീക്ഷമാണ്, അതിൻ്റെ ഒരു വലിയൊരു മഹാസംഗമമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദികൾക്ക്, വിദേശത്തുള്ള ചില മതരാഷ്ട്രവാദികൾക്ക് പിടിക്കുന്നില്ല. അവരുടെ ഈ സ്വാധീനം വളരുന്നത് അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പല ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. ഈ മതരാഷ്ട്ര ഇതൊരു വലിയ തീർത്ഥാടന സംഭവമായിട്ടാണ് മാറുന്നത്. അത് മാറും. ഇന്ത്യക്ക് അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യയിൽ അത്രമാത്രം ജനങ്ങളാണുള്ളത്. ആ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഉത്സവത്തിൽ ഒഴുകിയെത്തുന്ന സമയത്ത് ആ ഉത്സവം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യും. കാരണം അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ മുസ്ലിങ്ങൾ ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് മെക്കയിൽ ഒരുമിച്ച് ചേരുന്നതായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരും. അതും ലോകത്തെ ആളുകളെ വിസ്മയിപ്പിക്കുന്നതാണ്. പക്ഷേ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു ആഘോഷമാണ്. പക്ഷേ ഇവിടെ അതിന് പകരമായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട്, ഇപ്പോൾ നമ്മൾ ശബരിമല എന്നൊക്കെ പറയുന്നത് ഇതേപോലെ തന്നെ ലോകത്തൊരത്ഭുതമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞ്. കാരണം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ എത്തിച്ചേരാൻ, ഒന്നായി മാറിത്തീരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, അതിപ്പോൾ കുംഭമേള ആ തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് ഉയർന്നു വരുമ്പോൾ അതിൻ്റെ സ്വീകാര്യത വർദ്ധിക്കും. തർക്കമില്ലാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ കാണുക എന്നുള്ളതാണ്. അതിനെ ആ രീതിയിൽ കാഴ്ചയാണ് പ്രശ്നം. മനുഷ്യൻ നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളതിനെ ഒരു വർഗീയവാദിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മോശമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് നമ്മളുടെ ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടായിട്ടുള്ള മനുഷ്യരെ ഒഴുകിയെത്തുന്നതായിട്ടുള്ള ഒരു വൈകാരിക ഭാവമായിട്ട് കാണുന്ന സമയത്ത് അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിപ്പോൾ മനുഷ്യൻ്റെ ഭ്രാന്താണ് പല സമയത്തും മനുഷ്യനെ ഇത്തരത്തിലുള്ള പ്രക്രിയകളിലേക്ക് എത്തിക്കുന്നത്. അത് മതത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, മറ്റെല്ലാ മേഖലകളിലുമുണ്ട്. പക്ഷേ അവിടെ അതിനൊരു ഇൻക്ലൂസീവ് ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ കൂടുതൽ സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്ത സംസ്കാരവും ഭാഷയൊക്കെയുള്ള ഇന്ത്യയിലെ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു മെസ്സേജ്, ആ ഒരു സങ്കല്പമല്ലേ യഥാർത്ഥത്തിൽ കുംഭമേള നൽകുന്നത്? അതെ, അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും കുംഭമേളയിലെ പങ്കാളിയാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും ഒരുപോലത്തെ ഒരു ഫീലിംഗ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ശബരിമലയിൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഫീലിംഗ് എല്ലാവർക്കും ലഭ്യമാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തിൻ്റെ പേരിലുള്ള വിഭിന്നത, രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള വിഭിന്നത, രാഷ്ട്രത്തിൻ്റെ പേരിലുള്ള വിഭിന്നത, അതൊക്കെ ഉപേക്ഷിക്കാനാണ് അവന് ഇഷ്ടം. അവൻ മനുഷ്യനായി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സാധ്യത ഈ മഹാകുംഭമേള പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സ്വീകാര്യത വർദ്ധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും മതരാഷ്ട്രവാദികൾക്ക് കുംഭമേള കാണുമ്പോൾ അസ്വാരസ്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.